ഇന്ത്യയിലെ 100 കോടിയിലധികം വരുന്ന ആരാധകരുടെ സ്വപ്നവും പ്രതീക്ഷകളും ഒരു മനുഷ്യനിലേക്ക് ചുരുങ്ങിയ കാഴ്ചക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. ബൈബിളിൽ ശക്തിയുടെ പ്രതീകമാണ് സാംസൺ. ആ പേരുമായി 9-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഒരു ശക്തൻ ക്രിക്കറ്റ് ദൈവത്തിന്റെ സ്വന്തം വാങ്കഡയിൽ ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തു. ഓപ്പണിംഗിലെ തന്റെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ച സ്വന്തം ക്യാപ്റ്റനാൽ പോലും പരിഹാസത്തിന്റെ ക്രൂരമായ അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നവൻ ഇന്നതേ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യയുടെ വിജയമന്ത്രമാകുന്നു. അതെ, ഇത് നമ്മുടെ ചേട്ടന്റെ തിരിച്ചുവരവാണ്. ഒപ്പം സഞ്ജുവിനെ വിഴിഞ്ഞം ബ്രാഡ്മാൻ എന്നും കുഞ്ചുമെന്നും വിളിച്ച് പരിഹസിച്ചപ്പോൾ തലകുനിക്കേണ്ടി വന്ന ആരാധകരുടേതുകൂടിയും. കഴിഞ്ഞ ദിവസം സെമിയിലെ സഞ്ജുവിന്റെ ഇന്നിംഗ്സിന് തിളക്കമേറെയായിരുന്നു. വാങ്കഡയിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ഇന്നിംഗ്സിന് വെളിച്ചം പകർന്നായിരുന്നു താരം തിരികെ നടന്നത്. ഡഗ്ഔട്ടിലേക്ക് തിരികെ നടക്കുമ്പോൾ അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നത് 7 സിക്സറുകളും 8 ഫോറുകളും അടക്കം 89 റൺസായിരുന്നു. 42 പന്തുകൾ നേരിട്ട് 211.90 എന്ന പ്രഹരശേഷിയിലായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്. അത് വെറും ഒരു ഇന്നിംഗ്സ് മാത്രമായിരുന്നില്ല, തന്നെ സംശയിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ചർച്ചകളിലെല്ലാം സഞ്ജുവിന് ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചറിനെതിരെയുള്ള മോശം ട്രാക്ക് റെക്കോർഡായിരുന്നു നിറഞ്ഞു നിന്നത്. ആർച്ചർ ഷോർട്ട് ബോൾ എന്ന വജ്രായുധവുമായാവും സഞ്ജുവിനെ നേരിടുക എന്നായിരുന്നു പ്രവചനങ്ങൾ. അത് തന്നെ സംഭവിച്ചു. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ഇതേ തന്ത്രം ഉപയോഗിച്ച് ഇംഗ്ലീഷ് താരം പന്തെറിയാനെത്തിയപ്പോൾ സഞ്ജുവും തന്റെ നിലപാടറിയിച്ചു. ആദ്യ 2 പന്തിൽ റൺസൊന്നും നേടിയില്ലെങ്കിലും 3-ാം പന്തിൽ 4ഉം അടുത്ത പന്തിൽ 6ഉം അടിച്ച് താൻ ഇനിയും മുട്ടുകുത്താൻ ഒരുക്കമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു. ആർച്ചർ തന്റെ 2-ാം ഓവർ ബോൾ ചെയ്യാനെത്തിയപ്പോൾ സഞ്ജുവിന് ഒന്ന് പിഴച്ചെങ്കിലും ഭാഗ്യം താരത്തിനൊപ്പമായിരുന്നു. ആ ഓവറിലും അയാൾ ആർച്ചറിന് ദാക്ഷിണ്യമില്ലാതെ പ്രഹരിച്ചു. പിന്നീടങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അളന്നു മുറിച്ച ഷോട്ടുകൾ കളിച്ച് സഞ്ജു തന്റെയും ടീമിന്റെയും റൺസ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ടീം സ്കോർ ഒന്നുകൂടി ഉയർത്താനുള്ള ശ്രമത്തിൽ അയാൾ സെഞ്ചുറിക്ക് 11 റൺസ് അകലെ തിരികെ നടന്നു. അപ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് ഇങ്ങനെ കേൾക്കാമായിരുന്നു: സഞ്ജുവിന് സെഞ്ചുറി നേടാമായിരുന്നു, പക്ഷേ അയാൾ എന്നും വ്യക്തിഗത നേട്ടത്തെക്കാൾ ടീമിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. അതെ, സഞ്ജു എന്ന താരത്തിന് എന്നും ടീമായിരുന്നു പ്രധാനം. പക്ഷേ ആ സ്നേഹം തിരികെ താരത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതിന് ഉദാഹരണമാണ് മികച്ച രീതിയിൽ കളിക്കവേ ഏഷ്യ കപ്പിൽ ആദ്യം ഓപ്പണിംഗ് സ്പോട്ടും പിന്നീട് ടീമിലെ സ്ഥാനവും നഷ്ടമായത്. ഒപ്പം ഈ ലോകകപ്പിനിടെ സഞ്ജു കളിക്കുമോ എന്ന ചോദ്യത്തിനുള്ള സൂര്യയുടെ പരിഹാസ ചിരിയും. ഇതിനെല്ലാം കൂടിയുള്ള മറുപടിയാണ് കഴിഞ്ഞ 2 ഇന്നിംഗ്സുകളിലുമായി സഞ്ജു തന്റെ ബാറ്റുകൊണ്ട് നൽകിയത്. തന്നെ വിമർശിച്ചും പരിഹസിച്ചും അതിലെല്ലാം ഉപരി തഴഞ്ഞും മുറിപ്പെടുത്തിയവർക്ക് ഇതിൽ പരം എന്ത് സമ്മാനമാണ് അയാൾ നൽകുക? ഇപ്പോൾ അയാൾ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുകയാണ്. സഞ്ജുവിന് ഒന്നും സാധിക്കില്ലെന്ന് പറഞ്ഞവരെയൊക്കെ ഇവനെ കൊണ്ട് മാത്രമേ ടീമിനെ ജയിപ്പിക്കാനാവൂ എന്ന് മാറ്റിപ്പറയിപ്പിച്ചാണ് താരം വീണ്ടും ടീമിലേക്ക് തിരിച്ചെത്തിയത്. ആ വിശ്വാസം കാത്താണ് ജീവൻ മരണ പോരാട്ടത്തിൽ വിൻഡീസിനെതിരെ പുറത്താവാതെ 97 റൺസ് അടിച്ച് ഇന്ത്യയെ വിജയിപ്പിച്ച് സെമി ഫൈനലിലേക്ക് കൈപിടിച്ചു നടന്നത്. ഇപ്പോൾ ഇതാ സെമി ഫൈനലിലും വിജയിപ്പിച്ച് ടീമിനെ ഫൈനലിൽ എത്തിച്ചിരിക്കുന്നു. ഈ 2 മത്സരങ്ങളിലും 50യോടൊപ്പം കളിയിലെ താരമെന്ന പട്ടവും തന്റെ അക്കൗണ്ടിൽ എത്തിച്ചിരുന്നു. ഇതെല്ലാം കരിയർ തുടങ്ങി 10 വർഷങ്ങളായിട്ടും ടീമിൽ സ്ഥിരം സാന്നിധ്യമല്ലാത്ത, ലോകകപ്പിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പില്ലാതിരുന്ന ഒരാളിൽ നിന്നാണെന്ന് ചേർത്ത് വെക്കണം. വെറും 4 മത്സരങ്ങളിൽ കളിച്ച സഞ്ജുവിലാണിപ്പോൾ ആരാധകരുടേത് മാത്രമല്ല ഇന്ത്യൻ ടീമിന്റെയും പ്രതീക്ഷകൾ. ഫൈനലിലും താരം തന്റെ ബാറ്റിൽ വിസ്മയം തീർക്കുമെന്നാണ് സഞ്ജു PR-ന്റെ ബലത്തിലാണ് ടീമിലെത്തിയതെന്ന് വാദിച്ചവരടക്കം ആഗ്രഹിക്കുന്നത്. ഇതിനെ കാലത്തിന്റെ കാവ്യനീതിയല്ലാതെ എന്താണ് വിളിക്കുക?